എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് കാലത്ത് 7 മണിക്കാണ് ഈ വാതിൽക്കല് ED ടീം എത്തുന്നത്. ഈ സമയം വരെ അവരിവിടെ പരിശോധനയിലായിരുന്നു. വന്ന ടീം നിർദ്ദേശമനുസരിച്ച് വരുന്നതാണല്ലോ, അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. ഉദ്യോഗസ്ഥരാകുമ്പോൾ മേലെയുള്ളവർ പറയുന്നത്, ഉദ്യോഗസ്ഥരാകുമ്പോൾ അധികൃതർ പറയുന്നത് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അവര് ഇവിടെ കണ്ടത് കാര്യങ്ങൾ നല്ല രീതിയിൽ മര്യാദക്കിടപെടുന്നതാണ്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അതിർകവിഞ്ഞ ഇടപെടലൊന്നും ഇവിടെ ഉണ്ടായില്ല. ഇത്രയും മണിക്കൂറുകൾ അവർ ഈ വീട്ടിനകത്തുണ്ടായി. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. അതിലെന്താണ് അവർക്ക് കിട്ടിയതില്ല എന്നൊക്കെ അവരാണ് വ്യക്തമാക്കേണ്ടത്. ഏതായാലും ഇതൊന്നും ഒരു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെട്ടെന്നുണ്ടായ കാര്യമല്ല. നമ്മുടെ ഇത്തരമൊരു വീട്ടിൽ കയറിയുള്ള പരിശോധന ED ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ഈ പരിശോധന ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. കാരണം എന്തുകൊണ്ട് പിണറായി വിജയന്റെ വീട് റെഡി ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. നമ്മുടെ രാജ്യത്തിലെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണ നടപടികളാണ് എല്ലാ കാലത്തും BJP ഗവൺമെന്റ് തുറന്നു വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ പാർട്ടിക്കാരല്ലാത്ത പാർട്ടിക്കാർക്ക് നേരെ EDയുടെ കടന്നുകയറ്റം നടന്നോട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് ഒരു തുടക്കം മാത്രമായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഈ തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ കൊണ്ട് ഞങ്ങളെ തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടതില്ല. ഇവിടെ പ്രകടമായി നമ്മുടെ നാടിന്റെ വികാരവും പാർട്ടി സഖാക്കളുടെ വികാരവും എല്ലാ കാലത്തും പാർട്ടിയുടെ അകമഴിഞ്ഞ പിന്തുണയാണ് പാർട്ടി ശത്രുക്കൾ കുത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്. ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.